നമസ്കാരം. ഇന്ന് 1201 കുംഭമാസം 18 തിങ്കളാഴ്ച. ആയില്യം നക്ഷത്രം 2 നാഴികയും 57 വിനനാഴികയും കഴിഞ്ഞപ്പോൾ മകം നക്ഷത്രം തുടങ്ങി. മകം നക്ഷത്രം ഈ മാസം പൊതുവെ എന്താണ് ഫലമെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. പൊതുവായൊരു ഫലമാണ്. മകം നക്ഷത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ സമയം മാറിയിട്ടുണ്ട്. കാരണം ഹൃദയത്തിൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൃദയ സംബന്ധമായിട്ട് ഒന്നിലെ കഫക്കെട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിൽ കുറച്ച് സമയദോഷം ഉണ്ടായിരുന്നു, മാറി. വീട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തെക്ക് ഭാഗത്ത് കുറ്റി പോലെ എന്തെങ്കിലും മരത്തിൻ്റെ കുറ്റി, ഉണങ്ങിയ വിറകോ അല്ലെങ്കിൽ അങ്ങനത്തെ അവശിഷ്ടങ്ങൾ മരവുമായിട്ട് ബന്ധപ്പെട്ട് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി വന്നത് അല്ലെങ്കിൽ ഉണങ്ങിപ്പോയത് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യുന്നത്. കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ, ഭൂമിയുടെ ഒരു വാസ്തു നോക്കുമ്പോൾ ആയില്യം മകം നക്ഷത്രക്കാർക്ക് വീടിൻ്റെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ഒരു കോർണർ കണ്ടിട്ടാണ് നിൽക്കുന്ന മരം ഒരു നെഗറ്റീവ് എനർജി, അതായത് കട്ട് ചെയ്ത് കളഞ്ഞ മരം നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അത് ചിലവാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കുക, ഈ കഫക്കെട്ട് പോലെ ഹൃദയ സംബന്ധമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരു സമയം കഴിഞ്ഞ് വരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കിച്ചൺ, അടുക്കള ഭാഗം, അതും ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നീറ്റായിട്ട്, അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അത് നീറ്റായിട്ട് വയ്ക്കുക. എപ്പോഴും എന്തെങ്കിലും അവശിഷ്ടം ബാക്കി വന്ന സാധനങ്ങൾ കിച്ചണിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാതെ പുറമെ വേസ്റ്റിൽ സൂക്ഷിക്കുക, വേസ്റ്റ് കൊട്ടയിലേക്ക് സൂക്ഷിക്കുക. അപ്പോൾ നല്ലൊരു സമയമാറ്റത്തിൻ്റെ ഒരു സൂചനയുണ്ട്. കാരണം മകം നക്ഷത്രം ചാരവശാൽ വ്യാഴം 11-ലാണ്. ചാരവശാലും പ്രശ്നവിചാരം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 7 ശുഭഗ്രഹങ്ങൾ, അതുപോലെ ആരൂഢാധിപതി ഉണ്ട്, ചന്ദ്രലഗ്നത്തിൻ്റെ ആരൂഢാധിപതിയായ. പക്ഷേ അതിൻ്റെ 6-ലാണ് ഗുളികൻ നിന്നുകൊണ്ട് ചൊവ്വയുടെ ദൃഷ്ടിയോടുകൂടി. അപ്പോൾ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തരണം ചെയ്യാനുള്ളൊരു സമയം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട, മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് സഹായങ്ങൾ ചെയ്യും വേണ്ട. കാരണം ഇതിൽ കാണിക്കുന്നത് നിങ്ങൾ മകം നക്ഷത്രക്കാർ കൂടുതൽ സഹായം ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രകൃതമാണ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ശിവക്ഷേത്ര ദർശനം, അതുപോലെ ദേവി, കുടുംബപരമായിട്ട് ദേവി, ശിവസംബന്ധമായിട്ടുള്ള ഒരു ദേവത, ഖണ്ഡാകർണ, അങ്ങനത്തെ സാന്നിധ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കുടുംബക്ഷേത്രത്തിൽ വിളക്ക് കഴിപ്പിക്കുക. പിന്നെ മുടങ്ങി ഒരു വിളക്ക് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ നിത്യമായിട്ട് വിളക്ക് കഴിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ തൊഴുത് പ്രാർത്ഥിച്ചിരുന്നത്, വിളക്ക് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിരുന്നത് നിങ്ങൾ മുടക്കം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അതൊരു ബുദ്ധിമുട്ട് ചിലവുകൾ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിക്ക് പകരം നെഗറ്റീവ് എനർജി നമ്മുടെ വീടിൻ്റെ വാസ്തുവായിട്ട് ബന്ധപ്പെടുമ്പോൾ നെഗറ്റീവ് എനർജി വരുന്നുണ്ട് ഒരു കോർണർ കണ്ടിട്ട്. അപ്പോൾ ആ കോർണർ ഭാഗത്തുള്ള ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഒരു നാളികേരം മുട്ടിറക്കുക. അതിനുശേഷം ഒരു നല്ല നാമജപം കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. അവിടെ നാളികേരം മുട്ടിറക്കി, ദേവീക്ഷേത്രത്തിൽ നാളികേരം മുട്ടിറക്കിയതിന് ശേഷം ഒരു നെയ്വിളക്ക് കഴിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ മാസം നല്ലവണ്ണം പ്രാർത്ഥന കാര്യങ്ങൾ നടത്തുക. ഒരു മുട്ടിറക്ക നാളികേരം. ഇനി മുട്ടിറക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടാണ് സമയമാണെങ്കിൽ ഒരു നാളികേരം ഈ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുട്ടിറക്കാം. നാളികേരം അയച്ചു തന്നാലും അല്ലെങ്കിൽ നേരിട്ടായാലും മുട്ടിറക്കാം. അതായത് ദോഷങ്ങളെ അതിലേക്ക് വായിച്ച് കൊണ്ടുവന്ന് നാളികേരം മുട്ടിറക്കി ദോഷങ്ങൾ തീർക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ നാളികേരം അയച്ചു തന്നാലും മതി. ഇങ്ങനെ ചെയ്യുന്നതാണ് ഇവിടെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ട് ഇതൊരു പൊതുവായ ഫലമാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 62 38 18 98 47 വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാലും മതി. കാര്യങ്ങൾ വ്യക്തമായിട്ട് ജാതകം നോക്കിയിട്ട് അല്ലെങ്കിൽ പ്രശ്നവിചാരം നോക്കി നിങ്ങൾക്ക് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഇതൊരു പൊതുവായ ഫലമായതുകൊണ്ട് ചെറിയ രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ ദിവസവും അന്നന്നത്തെ നാളിനനുസരിച്ച് ആ മാസത്തെ ഫലം ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.